ഹായ് ഗായ്സ്, ദിസ് ഇസ് D2. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ബീച്ചിലൊക്കെ നടന്ന് ഡാൻസ് പാർട്ടിക്കൊക്കെ കയറി ഭയങ്കര അടിപൊളിയായിരുന്നു. ഇന്ന് വാട്ടർ ആക്ടിവിറ്റിയാണ്. അപ്പോൾ 7 മണിക്ക് 8 മണിക്ക് ഇടയ്ക്ക് ബസ് വരും എന്നാണ് പറഞ്ഞത്. ഒരു ബസ്സിലാണ് കൊണ്ടുപോകണേ. എല്ലാവരും കുറേ പേരുണ്ടാവും. അപ്പോൾ അവർ മറ്റേ ഓരോരുത്തരായിട്ട് ഇറക്കുക, അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയായിരിക്കും. അപ്പം രാവിലെ ഒന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം നേരെ ഇപ്പം ഷിപ്പിലേക്കാണ് കയറുന്നത്. ഷിപ്പിൽ കയറി കഴിയുമ്പോൾ ഉപ്പുകാറ്റടിക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി. അപ്പോൾ അവരെന്തെങ്കിലും ലൈറ്റായിട്ട് സ്നാക്സ് കഴിക്കാൻ തരും, അത് മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ റെഡിയായി. ഞാൻ മാൽദീവ്സ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ പരിപാടികളൊക്കെ ഏകദേശം കത്തി. മാൽദീവ്സ് പോയ സമയത്ത് ഷിപ്പിൽ പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഒരുങ്ങി കണ്ണുമൊക്കെ എഴുതിയൊക്കെ ആയിരുന്നു പോയിരുന്നത്. പക്ഷേ ആദ്യത്തെ തന്നെ നമ്മളിത് ഫുള്ള് വെള്ളത്തിലെ ആക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ ഈ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ പടന്ന് ഒരുമാതിരി കാട്ടുമാക്കാത്തെയും കോലമായിരുന്നു. അത് കാരണം ഇന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് എഴുന്നേറ്റു. കഴിക്കേണ്ടെന്നും പറഞ്ഞല്ലോ, വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എഴുന്നേറ്റു, ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായി സൺസ്ക്രീൻ ഇട്ടു. അത്രേ ഉള്ളൂ. സൺസ്ക്രീൻ ഇട്ടിട്ട് നിൽക്കാണ്. സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്. കാരണം ഓരോ തവണ വെള്ളത്തിലെടുത്തിട്ട് കയറുമ്പോഴത്തേക്കും സൺസ്ക്രീൻ എന്തായാലും വേണ്ടി വരും. സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്. അതേ ഉള്ളൂ. പിന്നെ കരിയാനാണല്ലോ പോകുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് ഞാനിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെയാണ് ഇങ്ങനെ പാർക്കിംഗ് ഒക്കെ ഉള്ളത്. അവർ ബസ് വരും, ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴേ നല്ല വെയിലുണ്ട്. ഇനിയിപ്പോൾ ആ കടലിൻ്റെ നടുക്കോട്ട് പോകുമ്പോൾ എന്താ അവസ്ഥ എന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് വിശക്കുന്നു. ഞാനിങ്ങനെ കോളം നോക്കിയിരിക്കുകയാണ്. ഓക്കെ, ബൈ. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറി. ഇപ്പം ഒരു അച്ചടിച്ച് തന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് എന്നാണ് പറയുന്നത്. ഇത് തന്ന് അകത്ത് കയറ്റി. ഇനിയിപ്പം എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ കയറി കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കും. एक हसीना मान जाएगी और दूसरा खूबसूरत पिक्चर। ये जो बंगला है पूरा अंडरग्राउंड बंगला है। इसके अंदर डायरेक्टली आप आ जाता है, क्योंकि हम लोग को जाने के अलाउड नहीं है। तो शूटिंग के लिए उन्हें परमिशन है। तो वहाँ पे देखिए आपको जो व्हाइट कलर का दिख रहा है वो चर्च है। सबसे पुराना चर्च है। उस चर्च का नाम है सेंट क्लेयर चर्च। छोटा छोटा जो इंडिया का फ्लैग दिख रहा है आपको, वहाँ से लेके ये जो ऑरेंज कलर का जो छोटा स्मॉल घर जैसा दिख रहा है ना, ये वहाँ का सेंट्रल जेल है। जिस टाइम मोदी की सरकार आया था उस टाइम बना हुआ जेल है ये। और इस जेल पे एक मूवी शूटिंग है मस्जिद मैंने कायमत पिक्चर का मूवी। ये पूरा जेल जो है अंडरग्राउंड है। इसमें पहले जो काला पानी का सजा मिलता था ना वो यहाँ पे मिलता था। ऊपर में देखिए आपको व्हाइट कलर का दिख रहा है, वो है फोर्ट अगोड़ा। वो है फोर्ट अगोड़ा। पानी में देखिए आपको व्हाइट कलर का दिख रहा है, ऊपर ऑरेंज कलर का जैसे मोमबत्ती जैसा दिख रहा है, वो लाइट हाउस है। और जो घूम रहा है वो क्लाइमेट के बारे में बताता है, जैसे हवा बारिश के बारे में बताता है। और हम लोग जिस जगह നമ്മൾ കുറച്ചിങ്ങോട്ട് വന്നത്. ഇനി ഇവിടുന്ന് 1 മണിക്കൂറുണ്ട്. ഇതിനകത്ത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഞാൻ ഡാൻസിൻ്റെ ഫുഡ് കഴിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുന്ന് 1 അവർ പോയി കഴിഞ്ഞിട്ടാണ് ഇവിടെ ഫുഡെന്ന് പറയുമ്പോൾ ഒന്നുമില്ല, പപ്സ് അങ്ങനെയൊക്കെയാണ്. അപ്പം 1 അവർ ഇവിടുന്ന് ട്രാവലുണ്ട്. ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ജെറ്റ് സ്കീയിങ്, സ്കൂബ, അങ്ങനെ വാട്ടർ. പക്ഷെ മാൽദീവ്സിനും വ്യത്യാസമുണ്ട്. ഇവിടെ വെള്ളത്തിൻ്റെ കളറ് ഡിഫറൻസ് ഉണ്ട്. ഇനിയിപ്പം അറിയില്ല, മിഡിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് കഴിച്ചു തരാം. ഓക്കെ, ഞാൻ കഴിക്കട്ടെ, വിശക്കുന്നു.
പിന്നെ കാറ്റുണ്ടായിരുന്നു, പ്രഷർ കൂടുതലായിരുന്നു, അങ്ങനെയൊക്കെ. പക്ഷെ കോറൽസ് കണ്ടു. മാൽദീവ്സിൽ നിന്ന് കാല് പോയല്ലോ, ഇത്തവണ കയ്യിൽ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ കോറൽസ് ഒക്കെ കണ്ടു. പിന്നെ ഞാൻ കക്ക താഴെ കടലിൻ്റെ അടിയിൽ പോയി കക്ക പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്നു. ഇനി ഞാൻ പാരാസെയിലിംഗ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. हाइट जाके पानी में हाफ डिप होता है, हाफ डिप होकर बोट में रिटर्न आता है आपका पैकेज का राउंड। इसमें अगर आपको बड़ा राउंड चाहिए, कुछ एक्स्ट्रा करना है तो एक्स्ट्रा पे करके आप कर सकते हो। एक्स्ट्रा में आपको 100 मीटर हाइट और डिपिंग चार्ज वाला मिलता है। स्टार्टिंग में एंड में इसमें थोड़ा लॉन्ग टाइम होता है एक्स्ट्रा वाले में। किसी को चाहिए तो जाएगा टाइम बोलो। हेलो सब लोग खड़ा मत हो ना, आगे देखने का। ഞാൻ പാരാസൈലിംഗ് ചെയ്തു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇതിനകത്ത് ആദ്യം എന്നെ കൊളുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ ബോട്ടിൽ ഓവർലോഡാണെന്ന് പറഞ്ഞ് ഇത് പൊങ്ങിയില്ല. പിന്നെ വീഡിയോ എടുക്കാൻ കുറച്ച് പേരെ ഇറക്കി. അപ്പം പിന്നെ ഭയങ്കര റഷിലായി പോയി. പക്ഷെ ഇറ്റ് വാസ് ഗുഡ്. പാരാഗ്ലൈഡിങ് ഒക്കെ ചെയ്തതുകൊണ്ട്, ഇത് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത്ര ഇതില്ല, ബട്ട് ഇറ്റ് ഈസ് ഗുഡ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജെറ്റ് സ്കീയിങ്ങും ബനാന ബോട്ട് റൈഡ് ഇതൊക്കെ ചെയ്യാൻ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല വെയിലാട്ടോ, ചാകും മനുഷ്യൻ. ഓക്കെ, അങ്ങനെ വന്നിരിക്കുക. കാണിച്ചു തരാം. ഈ ഏരിയ ഇസഡ് കാറ്റഗറിയാ പോലും. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അപ്പം വെടിവെച്ച് കളയാം. വിഷയമാണ്.